ഇതാണ് അക്സരി മെട്രോ സ്റ്റേഷൻ. പക്ഷെ ഇവിടെ മെട്രോ അത്രത്തോളം ഇതല്ലാന്ന് തോന്നുന്നു കേട്ടോ, വലിയ ഫേമസ് അല്ലാന്ന് തോന്നുന്നു. അതൊക്കെ തീരെ ആൾക്കാരില്ല, തീരെ ആൾക്കാരെ കാണുന്നില്ല. കാരണം ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും എയർപോർട്ടിൽ നിന്ന് മെട്രോ ഉണ്ട്, പക്ഷെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ മെട്രോയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അത് പല ഡയറക്ഷനിൽ നമ്മൾ ഇറങ്ങി വീണ്ടും വീണ്ടും ലൈനുകൾ മാറി മാറി കയറണം, അത് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. അത് കാരണമാണ് പിന്നെ ഞാൻ അതിൽ കയറിയില്ല. എന്തായാലും ഇവിടെ എന്തൊക്കെയോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കും, ഇപ്പം നമുക്കൊന്ന് കഴിച്ചാൽ ശരിയാവില്ല. ഇപ്പോഴത്തെ ആൾക്കാർ അത്ര ദേഷ്യമുള്ള ആൾക്കാരൊന്നും അല്ലെന്ന് തോന്നുന്നു. അത് ഞാൻ ഇറ്റലി പോയപ്പോൾ കണ്ടാണ്, ബഹളവും പ്രശ്നമൊന്നുമില്ല. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടൊന്നും ആൾക്കാരൊന്നും പറയുന്നില്ല. എന്ന് പറയുമ്പോൾ നേരം ഇവിടെയും സൗദി അറേബ്യ ടൈമിന് ഇരുത്താനാണ് സാധ്യത. അതേ ടൈമിംഗ് ആണത്. ഇവിടെ ഒരു ചെറിയൊരു ലോക്കൽ ഷോപ്പ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഇവര് ഷൂവിൻ്റെ ഭയങ്കര പരിപാടിക്കാരാണ് കേട്ടോ. ഇവിടെ കസേരയും മേശവും ഇല്ല, എന്നാലും നമുക്കവിടെ കയറി ചോദിക്കാം എന്താണ് കഴിക്കാനുള്ളത്. ഇതാണ് ഷോപ്പ്. ഒരു ചെറിയൊരു അവിടെ ചിക്കനൊക്കെ ഇങ്ങനെ എന്ത് വരുന്നുണ്ട്. നമുക്ക് അവിടേക്ക് കയറി നോക്കാം എന്താണ് ഉള്ളതെന്നുള്ളതൊരു ചെറിയൊരു ഇതെടുക്കാം. എനിക്ക് ബാത്റൂമിലും പോകണം കേട്ടോ. ബാത്റൂമിൽ പോയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കഴിക്കാൻ. അല്ല അല്ല താമര ليش عندك موجود؟ في رز، في بطاطا، في فراخ، شاورما، شاورما ما يبقى شيء. في نص كده مع رز وبطاطا وتومية وسلطة كاتشب. في بدالة كاملة، في نص البطاطا من غير رز، في نص البطاطا ورز. هذا يجي مع بعض؟ اه الاتنين مع بعض. تومية مخلل كاتشب بطاطا رز. كم كله؟ 250. في من غير رز 200. صوص بطاطس صح؟ ده بطاطس، بطاطس ونص دجاجة وتومية ومخلل وكاتشب زي هيك. ان شاء الله جيب. تمام طبعا. اوكي. بطاطا طيب. وعليكم السلام. بطاطا ايوه بص مع بطاطا. ബൂത്തും ഷവായ ചിക്കനും അതേപോലെ ഷവായ ചിക്കൻ ചിപ്സും صور دي. കഴിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഞാൻ ഗ്രാൻഡ് ബസാറിലാണ് ഉള്ളത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ബസാറാണ് ഗ്രാൻഡ് ബസാർ കേട്ടോ. ഈ കാണുന്നതാണ് ഗ്രാൻഡ് ബസാർ. എൻ്റെ പുറയിലും മുന്നിലും ഒക്കെ കാണുന്നതാണ് ഗ്രാൻഡ് ബസാർ. ഓക്കെ, നല്ല തിരക്ക്, ജനങ്ങൾ ഇങ്ങനെ തിക്കിത്തിരക്കാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ ഓർണമെന്റ്സ് ഷോപ്പ്, ബാഗ്സ്, പിന്നെ അങ്ങനെയുള്ള ഷോപ്പുകൾ, മസാല,
അത് ഇതാണുള്ളത് കേട്ടോ. ശരിക്കും ഇതിനകത്ത് നടന്നു കഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയില്ല. ഇത് നോക്കി എത്രത്തോളം ദൂരെയാണെന്ന് നോക്കണേ. ഞാനിപ്പോൾ കാണിച്ചു തരാം, ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. നോക്കി ഇതിങ്ങനെ കിലോമീറ്റർ കണക്കിന് ദൂരെ ആൾക്കാരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ബോഡി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് കയറാൻ പറ്റുള്ളൂ. നമ്മൾ മൊത്തത്തിൽ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറ്റുക. അതായി അപ്പോൾ നമ്മളെ വ്ളോഗറെ കണ്ടുകൊണ്ട് ആൾക്കാരിങ്ങനെ ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനി ഹൗ ആൾക്കാരിങ്ങനെ വിളിക്കുന്നുണ്ട്, ഹായ് ബ്ലോഗർ. കീപ്പർമാർ നമ്മളോട് ചോദിച്ചു, നീ എന്ത് വ്ളോഗ് ചെയ്യുന്ന, ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്, നിൻ്റെ വ്ളോഗിൻ്റെ പേരെന്താ, ഞാൻ നിന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാനങ്ങനെ എൻ്റെ ചാനൽ അവർക്ക് കാണിച്ചു കൊടുത്തു, അത് സബ്സ്ക്രൈബ് ചെയ്തു. അതെ, ഇതൊക്കെ ആവശ്യം പോലെ മലയാളികളും പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും നമ്മുടെ സംസാരിക്കില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയും എന്ന് വിചാരിച്ച് അതൊക്കെ വേറെ നാട്ടിൽ നിന്ന് വന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ഇപ്പോൾ കുറേ ചെറുപ്പക്കാർ പിള്ളേരെ കണ്ടായിരുന്നു, ആൺപിള്ളേർ. അവർ ഇവിടെ ഉള്ളതാണ്, എറണാകുളത്തുള്ളത്. അവരും ഇങ്ങനെ പല രാജ്യത്തും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇത് ഗ്രാൻഡ് ബസാറിൻ്റെ വേറൊരു വഴിയാണ്. ഇതിനകത്ത് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല കേട്ടോ, ഫുള്ളി വാക്കിംഗ് മാത്രമേ ഉള്ളൂ. ഒരു പ്രധാന ഷോപ്പിംഗ് ഏരിയ ഉണ്ട് ഇവിടെ. ഇതിനകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ തന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ ഉണ്ട്. സെക്യൂരിറ്റി ചെക്കിങ്ങുകൾ കഴിഞ്ഞിട്ട് മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റൂ. അത്രയ്ക്ക് ടൈറ്റാണ് ഇതിനകത്തേക്ക് കയറുക. അതുപോലെ നല്ല തിരക്കുണ്ട്. ഇതൊക്കെയാണ് ഇവിടെയൊക്കെ ഷോപ്പുകളുണ്ട്. ഇതൊക്കെ ഓർണമെൻറ്റ്സ് ഷോപ്പുകളാണ് കൂടുതലും. ഓർണമെൻറ്റ്സ്, പിന്നെ പെർഫ്യൂം, ബാഗ്സ്, ഇവിടെയൊക്കെ ഓർണമെൻറ്റ്സ് ഷോപ്പാണ്. അല്ല, ഈ വെച്ചിരിക്കുന്നത് നോക്കിയാൽ എല്ലാം ഡ്രൈ ഫ്ലവറുകളാണ്. ഈ കാണുന്നതൊക്കെ ഡ്രൈ ഫ്ലവർ. റിലാക്സ് ടീ, ഹാപ്പി നൈറ്റ് ടീ, ബ്ലാക്ക് ടീ, റോസ് ടീ, മിക്സഡ് ഗ്രീൻ ടീ, ഇതെല്ലാം ഫ്ലവറുകളാണ്. അതെല്ലാം ഉണങ്ങി വന്ന ഫ്ലവറുകളാണ് ഈ കാണുന്നത്. ഇപ്പോഴുണ്ട് ഇതെല്ലാം മസാലകളുടെയൊക്കെ കടയാണ് ഈ കാണുന്നത്. മസാല ഉണ്ട്, ക്ലോത്ത് ഷോപ്പ്, ഓർണമെൻറ്റ്സ്. ഇങ്ങോട്ട് നോക്കി, ഇതിനകത്ത് കാണുന്ന ഇതൊരു ബസാറാണ്. ഇവിടെ ഉള്ള എന്ത് ഓർണമെൻറ്റ്സ് വേണം നിങ്ങൾ ഇവിടെ കിട്ടും. ഇവിടെ പുകവലിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഹുക്ക, അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഇതെല്ലാം വിദേശികൾ വാങ്ങിച്ച് അവരവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും കേട്ടോ. എനിക്ക് നല്ല കോപ്പറേറ്റ്, ആവശ്യത്തിലധികം കോപ്പറേറ്റ് ഉണ്ട്. കോപ്പറേഷൻ ഇത് എന്താണ് ഇതിനകത്ത് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നത്? ഇതിങ്ങനെ തീരുന്നില്ല ഏട്ടാ ശരിക്കും. വല്ലാത്ത മാർക്കറ്റ് ചെയ്യുന്നത്. ഇത് തന്നെയാണല്ലോ വേൾഡ് ഫേമസ് എന്ന് പറഞ്ഞത്. വേൾഡിൽ നമ്പർ 1 ബസാറാണ് കേട്ടോ. എന്തായാലും ഇത് നമ്മളിവിടെ വന്നിട്ട് ഇത് കണ്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടം സംഭവിക്കുമായിരുന്നു. നമ്മളവിടെ നിന്നുള്ള ഓർണമെൻറ്റ്സിനൊപ്പം ഒന്നുമല്ല. ഇത് നോക്കി എത്ര നീറ്റ് ആൻഡ് ക്ലീനാന്ന് നോക്കി, ഒരു വൃത്തികേടും ഇല്ല കേട്ടോ. ആരും ഇവിടെ ചപ്പ് ചവറന്ന് വെച്ച് വൃത്തികേടാക്കിയിട്ടൊന്നുമില്ല. അത് ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഉള്ള ഗല്ലികളെ പോലെയൊന്നുമല്ല, ചെറിയ ഗല്ലികളൊന്നുമല്ല. ഇത് ആൾക്കാർക്ക് തട്ടിയും മുട്ടിയൊക്കെ നടന്നു പോകാം. ആർക്കും ഒരു കുഴപ്പമില്ല. പിടിച്ചോറിയും മോശമൊന്നും ഇവിടെ ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടോ എന്ന് അറിയില്ല. ഇത് ചിലപ്പം വേറെ എവിടെയെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സാധനങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോയി. നോക്കി ഇതിനകത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ഡൽഹിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അവിടുത്തെ ജുമാ മസ്ജിദിൻ്റെ അടുത്തുള്ള മാർക്കറ്റിലൊക്കെ. പക്ഷെ അവിടെ ഓരോ സാധനത്തിനും ഓരോ ഏരിയയാണ്. ക്ലോത്ത് ആണെങ്കിൽ ക്ലോത്തിന് പറ്റിയ ഒരു ഏരിയ, പിന്നെ ഓർണമെൻറ്റ്സിന് പ്രത്യേക ഏരിയ, അങ്ങനെ ഇങ്ങനെയാണ്. ഇത് അങ്ങനെയല്ല, ഇത് എല്ലാം മിക്സഡാണ്. ഇതെവിടെ കണ്ടോ, ഇവിടെ പല ടൈപ്പിലുള്ള ലൈറ്റ്സാണ്.
ഇങ്ങനെ പല ടൈപ്സിലുള്ള ലൈറ്റ് ഉണ്ടോ, ലൈറ്റ് ഷോപ്പാണ് ഇങ്ങനെ. ഇത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മസാല പിന്നെ അതൊക്കെയാണ് കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ ഓർണമെന്റ്സ് ആണ്. ഇവിടെയും ഓർണമെന്റ്സ് ആണ്. ഇവിടെ ഈ അറ്റത്തോട്ട് ഇങ്ങനെ ഓർണമെന്റ്സ് ആണ്. ഇതിൻ്റെ ഒരു സൈഡ് ഇവിടെ തീരാണ് കേട്ടോ. ഇവിടെ സ്കാനറൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. സ്കാനിങ് ചെയ്താൽ ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഇനി ഇതുപോലൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ട്. അത് ഈജിപ്ഷ്യൻ മാർക്കറ്റാണ്. പക്ഷെ അവിടെ അത് ഇത്രയും വലുതല്ല കേട്ടോ, അത് ചെറുതാണ്. നമുക്കെന്തായാലും തിരിച്ച് നടക്കാം. അതിൻ്റെ ഒരു വേറെ ഏരിയ കൂടി നമുക്കൊന്ന് നടന്നിട്ട് വരാം. എന്തിലോട്ട് പോകുമ്പോഴത്തേക്കും എന്തിലോട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇത് അകത്തേക്കുള്ള ഒരു ഗല്ലിയിൽ കയറിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഉപഗല്ലികളാണ്. അത് നോക്കി, ഇവിടേക്ക് ഗല്ലികൾ, ഈ 4 സൈഡിലും ഗല്ലികളാണ്. ഇതെല്ലാം അവിടെയാണ് മെയിൻ സ്ഥലം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഗല്ലിയാണ്. ഇതിനകത്തൊക്കെ നല്ല ഗലികളാണ് കേട്ടോ. വളം തന്നെയാണ്. ജനങ്ങൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ആൾക്കാർ കാണാനാണ് എനിക്ക് തോന്നുന്നത് വരുന്നത്, അല്ല വാങ്ങാനല്ല വരുന്നത്. ജനങ്ങൾ കൂടുതലും ഇത് കാണാൻ വേണ്ടി വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബസാറല്ലേ, അപ്പം ആൾക്കാർ എന്തായാലും വരുമല്ലോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് നോക്കി, ഇവിടെ ഇതാണ് മെയിൻ കേട്ടോ. ഈ മെയിനിലാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇവിടുത്തെ തിരക്കാണത് നിങ്ങൾ നോക്കി, ഇവിടെ എന്തുമാത്രം തിരക്കുണ്ടെന്ന്. ഇതിൻ്റെ പിന്നെ ഉപഗല്ലികളാണ് ഇത് ഇങ്ങനെ കാണുന്ന ഇതൊരു ഗല്ലി, അവിടെ കാണുന്ന ഒരു ഗല്ലി, പിന്നെ ആ ഗല്ലി, അതിനകത്തേക്ക് പോയിട്ട് വീണ്ടും ഗല്ലി. പിന്നെ ഇനി നിങ്ങൾ എൻ്റെ പുറകു ഭാഗം കണ്ട് ഇപ്പം ഞാൻ കറക്റ്റ് വീണ്ടും അടുത്ത ബാക്ക് സൈഡ് വീണ്ടും കാണിക്കാം. ഇതിങ്ങനെ കിടക്കാണ്. ഇതിനകത്തേക്ക് നിങ്ങൾ നോക്കി എത്രമാത്രം ജനങ്ങൾ വരുന്നത് നോക്കി. വിദേശികളാണ് ഈ വരുന്നത് മൊത്തം. ഗ്രാൻഡ് ബസാർ.